ഇത് നമ്മൾ വന്നിരിക്കുന്നത് ക്ഷീരവികസന വകുപ്പ്, അതായത് ഡയറി ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഗവൺമെൻറ് ഓഫ് കേരളയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഒരു പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇതൊരു കരാറടിസ്ഥാനത്തിലുള്ള നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്താൽ കാണാം. ഇവിടെ കാണാം അപ്പോയിൻമെൻറ്റ് ഓഫ് റിസർച്ച് അസിസ്റ്റൻറ്റ്, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, ഡാറ്റ എൻട്രി ഓപ്പറേറ്റേഴ്സ് ആണ് ഓൺ കോൺട്രാക്റ്റ് ബേസിസിലാണ്. അപ്പോൾ കോൺട്രാക്റ്റ് ബേസിൻ്റെ, അതായത് കരാറടിസ്ഥാനത്തിലാണ് ഈ ഒരു നിയമനം. 3 പോസ്റ്റുകളാണെന്ന് റിസർച്ച് അസിസ്റ്റൻറ്റ്, 2 സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, 3 ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, ഇങ്ങനെ 3 പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വിജ്ഞാപനം നോക്കാം. ജസ്റ്റ് നമ്മൾ ഈ ഒരു ലിങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ഇതാണ് അവരുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിജ്ഞാപനം. ഇവിടെ നിങ്ങൾക്ക് കാണാം കരാർ അടിസ്ഥാനത്തിൽ റിസർച്ച് അസോസിയേറ്റ്, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ നിയമനമാണ്. നിങ്ങൾക്കിവിടെ കാണാം ക്ഷീര വികസന വകുപ്പിൻ്റെ കീഴിൽ തിരുവനന്തപുരത്ത് പ്രവർത്തനം ആരംഭിക്കുന്ന കേരള സ്റ്റേറ്റ് ഡയറി മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സെൻറ്ററിൻ്റെ പ്രവർത്തനങ്ങൾക്കായി കരാർ അടിസ്ഥാനത്തിൽ 3 റിസർച്ച് അസോസിയേറ്റ്, 1 സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, 1 ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നിവരുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് വിജ്ഞാപനം വന്നിരിക്കുന്നത്. അപ്പോൾ ക്ഷീരവികസന വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന തിരുവനന്തപുരത്ത് പ്രവർത്തനം ആരംഭിക്കുന്ന സ്റ്റേറ്റ് ഡയറി മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സെൻറ്ററിൻ്റെ പ്രവർത്തനങ്ങൾക്കായിട്ടാണ് ഈ ഒരു വിജ്ഞാപനം വന്നിരിക്കുന്നത്. ഇത് കരാർ അടിസ്ഥാനത്തിലാണെന്നുള്ളതാണ്. ഇതിൽ വന്നിരിക്കുന്ന പോസ്റ്റുകളും അതിൻ്റെ ക്വാളിഫിക്കേഷനും നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഒന്നാമത്തെ പോസ്റ്റ് നമുക്ക് നോക്കാം. റിസർച്ച് അസോസിയേറ്റ്, അതായത് സബ്ജക്റ്റ് എക്സ്പേർട്ട്. അതിൽ വന്നിരിക്കുന്ന പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പോസ്റ്റാണ് ഒഴിവ്. ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഡയറി സയൻസിലോ അല്ലെങ്കിൽ ഡയറി ടെക്നോളജിയിലോ ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ അഭികാമ്യമായുള്ള ഒരു എക്സ്പീരിയൻസ് ഇവിടെ പറയുന്നുണ്ട്. 2 വർഷത്തെ പ്രവൃത്തി പരിചയം അഭികാമ്യം എന്ന് പറയുന്നുണ്ട്. പ്രതിമാസ വേതനം എന്ന് പറയുന്നത് 36,000 രൂപയാണ്. നിയമന രീതി എന്ന് പറയുന്നത് ഇൻ്റർവ്യൂയുടെ അടിസ്ഥാനത്തിലാണ്, അതായത് അഭിമുഖത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ്. യാതൊരുവിധ എക്സാമും ഇല്ല എന്നുള്ളതാണ്. 36,000 രൂപ പെർ മന്ത് ലഭിക്കും. രണ്ടാമത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് റിസർച്ച് അസോസിയേറ്റ് ആണ്. അപ്പോൾ അത്യാവശ്യം നല്ല വേതനമൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അപേക്ഷ ഉടനെ സമർപ്പിക്കാവുന്നതാണ്. കാരണം കുറഞ്ഞ പോസ്റ്റുകളേ ഉള്ളൂ. എങ്കിൽ കൂടെയും നിങ്ങളെല്ലാവരും അപേക്ഷ സമർപ്പിക്കുക, നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ എന്നാണ്. അടുത്തത് റിസർച്ച് അസോസിയേറ്റ് ആണ്. അതിന് 2 ഒഴിവുകളുണ്ട്. ഇതിൽ വിദ്യാഭ്യാസ യോഗ്യത ഗ്രാജുവേറ്റ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഡാറ്റാ സയൻസിലോ സ്റ്റാറ്റിസ്റ്റിക്സിലോ ഗ്രാജുവേറ്റോ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷനോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിൻ്റെ എക്സ്പീരിയൻസ് പറയുന്നത് 2 വർഷത്തെ പ്രവൃത്തി പരിചയം വേണമെന്ന് പറയുന്നുണ്ട്, അഭികാമ്യമാണെന്ന് പറയുന്നുണ്ട്. പ്രതിമാസ വേതനം 36,000 രൂപയാണ് പ്രതിമാസ വേതനം. നിയമന രീതി എന്ന് പറയുന്നത് അഭിമുഖത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. മൂന്നാമത്തെ പോസ്റ്റ് ഇവിടെ കാണാൻ നിങ്ങൾക്ക് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഇത് ഒഴിവ് വന്നിരിക്കുന്നത് ഒരു ഒഴിവാണുള്ളത്. അതായത് ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ബിടെക് ആണ്. കമ്പ്യൂട്ടർ സയൻസിലോ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജിയിലോ ബിടെക് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ അഭികാമ്യമായിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് 2 വർഷത്തെ പ്രവൃത്തി പരിചയമാണ്. പ്രതിമാസ വേതനം 36,000 രൂപ തന്നെയാണ്. നിയമന രീതി അഭിമുഖത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അടുത്തത് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആണ്. ഒഴിവുകൾ 1 ആണുള്ളത്. വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സയൻസിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. 2 വർഷത്തെ പ്രവൃത്തി പരിചയം അഭികാമ്യമാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ പ്രതിമാസ വേതനം എന്ന് പറയുന്നത് 21,175 രൂപയാണ്. നിയമന രീതി അഭിമുഖത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളതാണ്. ഇനി ഇവിടെ അടുത്തതായിട്ട് നമ്മൾ എങ്ങനെയാണ് ഇത് അപേക്ഷിക്കേണ്ടത് എന്നുള്ളതാണ്. അപേക്ഷിക്കേണ്ടത് ഇവിടെ ഓഫ്ലൈൻ മോഡായിട്ട് അപേക്ഷിക്കാം. അതായത് നമ്മളൊരു വെള്ളക്കടലാസിൽ നിശ്ചിതമായ രീതിയിൽ യോഗ്യത, പ്രായം, പ്രവൃത്തി പരിചയം തുടങ്ങിയ ഉൾപ്പെടുത്തിയ ബയോഡാറ്റയും ഒക്കെ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അപേക്ഷ സമർപ്പിക്കേണ്ടത്. 2022 ഫെബ്രുവരി 14-ാം തീയതിക്ക് മുൻപായിട്ട് നമ്മൾ അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട വിലാസം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാ ഡയറക്ടർ ക്ഷീരവികസന വകുപ്പ്, ഇതാണ് ഈ വിലാസം. ഇതിൽ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കാം. ഇനി അതിലല്ലെങ്കിൽ നമുക്ക് ഇവരുടെ ഈ ഒരു ഇമെയിലിലോ എന്ത് ചെയ്യാം, ഈ 2 മെയിലും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇമെയിലിൽ എന്ത് ചെയ്യാം, നമുക്ക് അപേക്ഷ സമർപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന അപേക്ഷകരെ അഭിമുഖത്തിന് ക്ഷണിക്കുന്നതായിരിക്കും. ഇപ്പോൾ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ അല്ലെങ്കിൽ അഭിമുഖത്തിന് ക്ഷണിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു അപേക്ഷ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒന്നെങ്കിൽ ഈ ഒരു അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ഈ ഒരു മെയിലിലേക്ക് അയച്ചു കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. ഇവിടെ 2 മെയിൽ കൊടുത്തിട്ടുണ്ട്, ഇമെയിൽ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. താങ്ക് യു.